ഹലോ ഫ്രണ്ട്സ്, കിങ് ഫിഷ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1.5 കപ്പ് ബസ്മതി റൈസ് നല്ലപോലെ കഴുകി അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള നോർമൽ മസാലക്കൂട്ട് ഇവിടെ റെഡിയാക്കി അരമണിക്കൂർ അതും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ കാഷ്നട്ടും കിസ്മിസും വറുത്തു കോരാം. ഒരു ഒനിയൻ നന്നായിട്ട് തിന്നായി കട്ട് ചെയ്തതും വറുത്തു കോരാം. ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. അതേ ഓയിലിൽ തന്നെയാണ് ഫിഷ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. 50 to 60% ഫ്രൈ ചെയ്താൽ മതിയാവും. അതേ എണ്ണയിൽ തന്നെയാണ് കറി വയ്ക്കുന്നത്. 2 സവാള കട്ട് ചെയ്തത് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത്, ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ നന്നായിട്ട് കുക്കായി വരും. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 2 ചെറിയ സ്പൂൺ പെരിഞ്ജീരകം, ആവശ്യത്തിന് കല്ലുപ്പ്, മല്ലിച്ചപ്പ്, പുതിന കട്ട് ചെയ്തത്, ഫ്രൈ ചെയ്ത ഫിഷ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ നമ്മളെ കറി റെഡിയാവുന്നുണ്ട്. റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം ചൂടായി വരുന്നുണ്ട്. ഒരു കഷ്ണം ക്യാരറ്റ് കട്ട് ചെയ്തത്, എല്ലാ സ്പൈസസും, ആവശ്യത്തിന് കല്ലുപ്പ് അതെല്ലാം ഇട്ട് വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി തിളച്ച് വരുമ്പോൾ ഒരു നാരങ്ങേൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ഇത്തിരി പൈനാപ്പിൾ എസൻസും കൂടെ ഫ്ലേവറിന് ഒഴിക്കുന്നുണ്ട്. അരി 80% കുക്കാകുമ്പോൾ നമ്മൾ ഊറ്റണം. ഇനി ദമ്മിടാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആദ്യം റൈസ് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ്, പുതിന കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട്, ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കറിയും വെച്ച് കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും നമ്മൾക്ക് ചെയ്യാം. ലാസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ ഇത്തിരി പൈനാപ്പിൾ എസൻസും ഇത്തിരി ഗരം മസാലയും ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫോയിൽ ഷീറ്റ് വെച്ചിട്ട് എയർ ടൈറ്റ് ആക്കി 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിടാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് ഈ സമയത്ത്. ബിരിയാണീൻ്റെ നല്ല ടേസ്റ്റും ആയിരുന്നു. ഇതൊരു സ്പെഷ്യൽ കൂട്ടൊന്നുമല്ല, നോർമൽ ബിരിയാണിയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Bye.